അപ്പോൾ ഓക്കെ, നമസ്കാരം. കരം കരം എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ ട്രെയിലർ വന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നില്ല. ആ സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ട്രെയിലർ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് റിലീസ് ചെയ്തിരിക്കുകയാണ്. 4972 വ്യൂ മാത്രമേ ആയിട്ടുള്ളൂ. ആക്ച്വലി ഇത് ഇറങ്ങിയത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ തന്നെ നമ്മുടെ ആശാന്റെ ആ ഒരു സ്റ്റോറി കണ്ടിട്ടാണ് വരുന്നത്. ഇതിന്റെ താഴെ തന്നെ കുറെ കമന്റ് ഉണ്ട് കണ്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട രാജാവ് ആശാന്റെ കരങ്ങളിൽ ഭദ്രം ഈ കരം. പിന്നെന്താ, ഉയർന്നു വാ വീണു പോയെന്നാലും കൈകളിൽ ബലം. ആശാന്റെ സ്റ്റോറി കണ്ടു വന്നവരുണ്ടോ? കണ്ടോ, ഫുൾ ആശാൻ പൊളിച്ചു. ഒരു വിനീത് ശ്രീനിവാസൻ പടം. അങ്ങനെ കുറെ സംഭവങ്ങൾ പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ടു നോക്കുമ്പോൾ തീ ഐറ്റം. അങ്ങനെ ഉണ്ടോ. ഇവാൻ ആശാൻ ഉള്ളത് കൊണ്ട് മാത്രം എന്നെ പോലെ ഫസ്റ്റ് ഡേ തന്നെ പടം കാണാൻ പോകുന്നവരുണ്ടോ? അതിന് 46 ലൈക്കും വന്നിട്ടുണ്ട്. എന്തരായിക്കൊണ്ട് പോട്ടെ, ഞാനിത് ആശാനിലോട് മാത്രമല്ല സിനിമ കാണാൻ പോകുന്നത്. ആശാൻ ഓക്കെ, ആശാൻ നമ്മുടെ മുത്താണ്, മുത്തുമണിയാണ്, രാജാവാണ്, നമ്മുടെ എല്ലാ ബ്ലാസ്റ്റേഴ്സിന്റെ. എന്നാലും പടം കാണാനുള്ള കാരണം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ ഈ ക്രിഞ്ച് പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ ട്രാക്ക് പിടിക്കുന്നു. ആക്ച്വലി നമ്മുടെ തുടക്കത്തിലെ പടം തീരമാണ്, തിര അതൊരു വെറൈറ്റി പടമായിരുന്നു. അതിനും മേലെ നിൽക്കുന്ന ടൈപ്പ് ഒരു പടമായിരിക്കും ഇതെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ പ്രതീക്ഷ. വാ അടക്ക് പണിയെടുക്ക് എന്നാണെങ്കിൽ നമുക്ക് കണ്ടു നോക്കാം. 1 മിനിറ്റ് 39 സെക്കൻഡ്. സീനാണോ? സാറേ, ഇന്ന് കൃത്യം 9 മണിക്ക് ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്ന് സ്റ്റാഫ് അവിടെ വരുന്നുണ്ടെന്ന്. ആള് എത്ര മണിക്കാ ക്ലബിൽ? രാവിലെ 8 മണിക്ക്. എന്താ ഇത്ര വൈകി പോയി എന്ന് വിചാരിച്ചേ? മനോജ് പോയാലോ? ഒറ്റയ്ക്ക് പോകണ്ട. നമുക്ക് പാസ്പോർട്ടും സാധനങ്ങളും എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകാം. എത്രയും വേഗം ഹോട്ടലിൽ ചെന്ന് പാസ്പോർട്ടും സാധനങ്ങളും എടുത്തിട്ട് കമലിന്റെ വീട്ടിലേക്ക് വാ. Do it. I need to take her out now. Very less time. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് തോന്നലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർക്ക് എന്തെങ്കിലും പറ്റുന്നവരേ ഉള്ളൂ. One Indian guy right under your nose and you couldn't do shit. ഇതാണ് കമന്റ്. പൊളിച്ച് wow. 25th September 2025 കല്യാൺ ജ്വല്ലേഴ്സ് ആഡീസിൽ തുടങ്ങി എന്തോ. ശ്വേതാമോഹന്റെ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല പുള്ളിക്കാർക്ക് പറ്റിയ ഒരു കഥാപാത്രം പോലെ ജസ്റ്റ് ആ ഒരു സീൻ തന്നെ, ആ ഒരു വേഷത്തിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നൈസ് ക്യാരക്ടർ ആയിരിക്കുന്നതാണ് തോന്നുന്നത്. ആൻഡ് ഈ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസന്റെ മൊത്തം സ്ഥിരം പരിപാടികൾ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ അതിന് വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഡ്രസ്സിങ്, അതായത് കോസ്റ്റ്യൂം മറ്റു പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തീര ഫീൽ ചെയ്യുന്നുണ്ട്. നായകന്റെ ഒക്കെ ധ്യാൻ ശ്രീനിവാസൻ വെച്ച പടം അങ്ങനെ പ്രശ്നമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ആ സമയത്ത്. പിന്നീട് ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള സിനിമയാണ്. എല്ലാവർക്കും അറിയാനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബട്ട് അത് ആ ടച്ച് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അതിൽ നിന്ന് മാറി പിന്നെ വിനീത് ശ്രീനിവാസൻ രസമായിട്ടുള്ള പടങ്ങൾ കുറെ ചെയ്തെങ്കിലും പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും ക്രിഞ്ച് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പടം OTT ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ട്രോളന്മാരിട്ട് ട്രോളി കൊല്ലുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാറ്റം ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നല്ല BGM, നല്ല ഫ്രെയിംസ്. ആശാൻ ഒടുക്കത്ത വില്ലനാണെന്നാണ് തോന്നുന്നത്. ഇവാൻ ആശാൻ. അത് പുള്ളിക്കാരന്റെ അടിപൊളി റോളായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഫുട്ബോൾ ഇട്ട് തട്ടണ പോലെ തട്ടണുണ്ട് നടനെ. നല്ല കിഡിലൻ ആക്ഷൻ സീക്വൻസ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ആ അപ്പൊ ആശാനും നടനും തമ്മിലുള്ള ഒരു സംഭവം തുടക്കത്തിൽ കാണിച്ചു. അവിടെ തന്നെ നമുക്കറിയാം, തല്ലി അവിടുന്ന് കഴിച്ചിട്ട് അടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തല്ലും കൊണ്ട് വിട്ടുപോന്നറിയില്ല, എന്നാലും അത് രസമായി. പിന്നെ ഉയർന്നു വാ എന്ന് പറഞ്ഞ പാട്ടുണ്ടാവും. ഉയർന്നു വാ, ഇതെവിടെ കേട്ട പോലെ ആ പാട്ടിന്റെ ടൂൺ എവിടെയോ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഏതോ ഒരു പാട്ടിന്റെ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുള്ള ഏതോ പാട്ടിന്റെ ഒരു ടച്ച് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ ഇടയിൽ നമ്മുടെ ചെക്കൻ വന്നിട്ട് പൊളിച്ചു, പേരും കിട്ടുന്നില്ല, റാപ്പ് കയ്യിൽ പല്ലം എന്നൊക്കെ പറഞ്ഞ് പാടിയ
നൈസാണ് സംഭവം. പക്ഷെ ആ പാട്ടിന്റെ ഉയർന്നു പോകാന്നുള്ള സെക്ഷനൊക്കെ വരുന്ന സമയത്ത്, ആ പാട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ആ ഫീൽ ഉണ്ട്. ഗൂസ് ബംസ്, കൊള്ളാം, അടിക്കവനെ, കൊല്ലവനെ, ആ സാധനം കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു കുഴപ്പമില്ലാത്ത പടം. ഈ പറഞ്ഞ പോലെ ഒരു പുതിയ സംഭവം പ്ലാൻ ചെയ്ത് പുതിയൊരു പരിപാടി പിടിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ എന്നുള്ളത് കൊണ്ട് കാണാൻ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അത് ഈ വരുന്ന 25 സെപ്റ്റംബറിന് ആണ് പടം റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പടത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വായിക്കാൻ ഒരു കാരണമായല്ലോ.